യൂട്യൂബിലെ ചാനൽ അനലിറ്റിക്സിൽ വാച്ച് ടൈം കാണിക്കുന്നുണ്ടെങ്കിലും ഏൺ സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാച്ച് ടൈം കാണിക്കുന്നില്ല. ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പം ആദ്യം വരുന്നത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇതിൽ വാച്ച് ടൈം അവേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത് നോക്കുക. അതിൽ വാച്ച് ടൈം കാണിക്കും. പക്ഷേ ഏൺ സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാച്ച് ടൈം അവിടെ പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല, കുറവായിരിക്കും കാണിക്കുന്നത്. ഇവിടെ വാച്ച് ടൈം എന്ന് എഴുതിയിരിക്കുന്നതിന് മുകളിൽ ലാസ്റ്റ് 28 ഡേയ്സ് എന്ന് കാണിക്കുന്നതുണ്ടല്ലോ, ഇത് മാറ്റി 365 ഡേയ്സ് എന്ന് കാണാനായിട്ട് വാച്ച് ടൈം എന്നുള്ളതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു ഭാഗത്തേക്കായിരിക്കും, ഓവർവ്യൂ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ വാച്ച് ടൈമിലും ഒന്നുകൂടി ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ പേജിലേക്ക് പോകും. ഇവിടെ ഏറ്റവും മുകളിലായി 7 ഡേയ്സ്, 28 ഡേയ്സ്, 90 ഡേയ്സ്, 365 ഡേയ്സ് അങ്ങനെ എഴുതിയേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിൽ 365 ഡേയ്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജിലേക്ക് എത്തും. ഇവിടെ കാണിക്കുന്ന ഈ വാച്ച് ടൈമാണ് നമുക്ക് 365 ഡേയ്സ്, അതായത് 1 ഇയറിനുള്ളിൽ കിട്ടിയിരിക്കുന്ന വാച്ച് ടൈം. ഈ വാച്ച് ടൈം ചാനൽ അനലിറ്റിക്സിൽ കാണിച്ചാലും നമുക്ക് ഏൺ സെക്ഷനിൽ കാണിക്കാത്തൊരു പ്രോബ്ലം ഉണ്ടല്ലോ, അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ലാസ്റ്റ് 365 ഡേയ്സിനുള്ളിലുള്ള വാച്ച് അവറാണ് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത്. ഇവിടെ 1248 മണിക്കൂറും 1 മിനിറ്റും. പക്ഷേ ഇവിടെ നോക്കുക, 920 വാലിഡ് പബ്ലിക് വാച്ച് അവർ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതായത് നമ്മുടെ ഈ താഴെ ഡോളർ കാണിക്കുന്ന ആ സൈനിലോ ഏൺ, അവിടെ പിടിച്ച് ടച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു പേജിലേക്ക് വരുന്നത്. ഇവിടെ കാണിക്കുന്നത് ഇത്രയും വാച്ച് അവറാണ്. ഇത് നേരത്തെ എനിക്കിതിലും കുറവായിരുന്നു, വെറും 20 അവേഴ്സ് മാത്രമേ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ സൊല്യൂഷന് വേണ്ടി ഞാൻ ഒത്തിരി യൂട്യൂബ് സെർച്ച് ചെയ്തു, ഒരു വീഡിയോസും കണ്ടില്ല. ലാസ്റ്റ് ഞാൻ എൻ്റെ സ്വന്തം അറ്റകൈ പ്രയോഗം എന്ന നിലയ്ക്ക് ചെയ്ത് നോക്കി സക്സസ് ആയൊരു കാര്യമാണ്. യൂട്യൂബിൽ ഇത്തരം വീഡിയോസ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അത് ഇനി ഉള്ളവർക്ക് ഹെൽപ്ഫുൾ ആകട്ടെ എന്നുള്ള രീതിക്കാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് ഒരു വഴി കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം YT സ്റ്റുഡിയോയിലെ ആദ്യത്തെ ഈ പേജിലേക്ക് വരിക. അതിൽ ഏറ്റവും മുകളിൽ ആ ബെല്ലൈക്കൻ്റെ അടുത്ത് കാണുന്ന നമ്മുടെ ചാനലിൻ്റെ സൈൻ, അതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നേരെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇതിൽ സെൻഡ് ഫീഡ്ബാക്ക് അവിടെ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ വരുന്നത് ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും. ഇവിടെ ഹാവ് ഫീഡ്ബാക്ക് എന്ന് ചോദിച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹായ് യൂട്യൂബ് ടീം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹായ് യൂട്യൂബെന്നോ ഹായ് മാഡം, ഹായ് സാർ, അങ്ങനെ എന്തെങ്കിലും ഒരു ഹെഡിങ്ങോട് കൂടിയിട്ട് ഒരു അഭിസംബോധന ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതങ്ങ് സെൻഡ് ചെയ്യുക. സെൻഡ് ഫീഡ്ബാക്ക് എന്നുള്ളതിന് ആ ആരോ കാണുന്നില്ലേ, ഫ്രണ്ടിലേക്കുള്ള ആരോ, അതിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക. അത് സെൻഡ് ആയിക്കോളും. ഇങ്ങനെ ചെയ്ത് ഉടനെ തന്നെ ചിലപ്പോൾ അതിൻ്റെ പരിഹാരം കിട്ടണമെന്നില്ല. എനിക്ക് 2 ദിവസത്തിനുള്ളിലാണ് അത് ശരിയായി കിട്ടിയത്. പിന്നീട് വരുന്ന വാച്ച് അവറെല്ലാം കൂടി വരുന്നുണ്ട്. ഇത്രയും ഒരു ചെറിയ കാര്യം ചെയ്താൽ തന്നെ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആയി കിട്ടും.